ഏവർക്കും സ്വാഗതം. മാങ്കൂട്ടത്തിൽ ചിന്തകൾ എന്ന പരമ്പരയുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവരെയും സസ്നേഹം സാദരം ക്ഷണിക്കുവാനിടയാകുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്ത് സംഭവിച്ചാലും അത് ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനും അതിനെ ആസ്പദമാക്കി മുൻപോട്ട് പോയി കൂടുതൽ ചിന്തിക്കുവാനുമുള്ള ഒരു ആഹ്വാനമായിട്ടാണ് ഞാൻ ജീവിതത്തെ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ ചിന്ത എന്ന് പറയുന്ന മനുഷ്യൻ്റെ മാത്രം പ്രത്യേക കഴിവായ ചിന്ത അല്ല ചിന്തിക്കുവാനുള്ള കഴിവ് അർഹിക്കുന്ന പ്രാധാന്യം വളരെ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെയോ മനസ്സിലാക്കാൻ ഇടയായി എന്നതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലം പോലും ഓർക്കുന്നത് ഏകാന്തനായി എവിടെയും എങ്കിലും ഇരുന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അന്ന് വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ അറിയാൻ വയ്യായിരുന്നുവെങ്കിലും ഒരു വലിയ കൊട്ടാരത്തിൻ്റെ ഗേറ്റിന് വെളിയിൽ ആ കൊട്ടാരത്തിനകത്ത് എന്തൊക്കെയാണ് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് നേരെ പോയി കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഭിക്ഷാന്തേഹിയായ ബാലൻ ഗേറ്റിന് വെളിയിൽ നിന്നുകൊണ്ട് ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് അത്ഭുതത്തോടെ ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ ചെറുപ്പത്തിൽ ചിന്തയുടെ ലോകത്തിൻ്റെ വാതിക്കൽ മുട്ടിയിട്ടുണ്ട്. അത് പിൽക്കാലത്ത് കുറച്ചുകൂടെ പ്രബലപ്പെട്ടു എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും സാക്ഷാത്കാരവുമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അത് ഇംഗ്ലീഷിൽ പറയില്ലേ, ഫുഡ് ഫോർ തോട്ട് എന്ന് പറയില്ലേ, അത് മനസ്സിൻ്റെ ആഹാരം. അങ്ങനെ ആക്കി തീർക്കണം എന്നതുകൊണ്ടാണ്. എന്നാൽ ഈ കാലത്ത് പലർക്കും ചിന്തിക്കുന്നത് ഒരു വലിയ ഭാരമാണ് എന്ന പ്രതീതി ഉള്ളതുകൊണ്ട് സംഭവങ്ങൾ അവയുടെ ഉപരിപ്ലവതയിൽ മാത്രം പരിചയപ്പെട്ട് അതിന് മാധ്യമ വില മാത്രം കൽപ്പിച്ച് ജേർണലിസ്റ്റിക് വാല്യൂ എന്ന് പറയും, ചിന്തിക്കുന്നത് ഒരധികപ്പറ്റാണ് എന്ന വിധത്തിൽ അക്ഷമരായി ഒരു സംഭവത്തിൽ നിന്ന് മറ്റൊരു സംഭവത്തിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഒന്നിൻ്റെയും പൊരുളോ ആഴമോ അറിഞ്ഞ് അതിൻ്റെ ഗുണഫലം സ്വായത്തമാക്കുവാൻ ആർക്കും കഴിയാതെ പോകുന്ന ഒരു ചിന്തയുടെ ദാരിദ്ര്യം നമ്മുടെ സമൂഹത്തിലും കാലഘട്ടത്തിലും സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു പരമ്പര നമ്മെ സഹായിക്കട്ടെ. ഒരു സംഭവത്തിന് അനേക അർത്ഥതലങ്ങളുണ്ട്. അവയെ നാം മനസ്സിലാക്കും തോറും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതുകൊണ്ടൊരു സമൂഹം എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നതിനെപ്പറ്റി കൂടുതൽ വ്യക്തമായി ഗ്രഹിക്കുവാനിടയാകും എന്നത് ആദ്യമായി ഞാനൊന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ സ്വതന്ത്രനായ, സുമുഖനായ, കഴിവേറിയ, വളരെ ആകർഷണ ശക്തി കൂടിയ ഒരു യുവാവിൻ്റെ അവസ്ഥയിൽ എപ്പോഴും പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില സാധ്യതകൾ, ചില അപകടങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു നല്ല അവസരമായിട്ട് ഇതിനെ പരിഗണിക്കണം, കാണണം, പ്രയോജനപ്പെടുത്തണം എന്നതാണ് ഈ വീഡിയോയിൽ കൂടെ എനിക്ക് അടിവരയിട്ട് എല്ലാവരോടും പ്രത്യേകിച്ച് എന്നോടും പറയാനുള്ളത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ യുവത്വം സ്വാതന്ത്ര്യത്തിൻ്റെ ചോരത്തിളപ്പുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ അതേ സമയം തന്നെ സ്വാതന്ത്ര്യം എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി വേണ്ടതുപോലെ ചിന്തിക്കുവാനോ അറിയുവാനോ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാനോ അതനുസരിച്ച് അതിനെ പ്രയോജനപ്പെടുത്തുവാനോ ഉള്ള സാവകാശമോ ചുമതലബോധമോ ഒട്ടുമുക്കാലും വ്യക്തികളിൽ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയുമുണ്ട്. ഇതൊരു അസന്തുലിത അവസ്ഥയാണ്, സ്റ്റേറ്റ് ഓഫ് ഡിസ്ഇക്വിലിബ്രിയം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നാം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അദ്ദേഹം ഇപ്പോൾ കാരാഗ്രഹത്തിലാണല്ലോ, ജയിലിലാണല്ലോ.
എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം തീരെ നശിച്ച ഒരവസ്ഥ. അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ ജയിലിൽ നിന്ന് വെളിയിൽ വരും, സ്വതന്ത്രനാകും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ജയിലിൽ ഒരു തടവ് പുള്ളിയാണ് എന്നതാണ്. അപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഏതാണ്ട് പൂർണ്ണമായി നശിച്ചൊരവസ്ഥയിലേക്ക് വളരെ കഴിവും മേന്മയുമുള്ള ജനപ്രീതി ആർജിച്ച ഒരു യുവാവ് പൊടുന്നനവെ പതിച്ചുപോയി എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ട അവസ്ഥയാണ്. ഈ വീഡിയോയുടെ ഉള്ളടക്കം ഞാൻ പ്രത്യേകമായി യുവതി യുവാക്കന്മാരുടെ പ്രയോജനത്തെ ലാക്കാക്കിയാണ് വിഭാവീകരിക്കുന്നതെങ്കിലും ഇത് മാതാപിതാക്കന്മാർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മാർഗദർശനം നൽകുവാനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർക്കും അപ്രകാരമുള്ള ചുമതല ബോധത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഇതിൻ്റെ ഉള്ളടക്കം നല്ല പ്രയോജനം പ്രദാനം ചെയ്യും എന്ന ആമുഖമായി ഞാനൊന്ന് അവകാശപ്പെടുകയാണ്. നിങ്ങളിത് കണ്ടിട്ട് എൻ്റെ അവകാശം തെറ്റാണോ ശരിയാണോ എന്ന് ദയവായി ഈ കമൻറ്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിക്കും. അപ്പോൾ സ്വാതന്ത്ര്യം എന്നാൽ എന്താണ്? നമുക്കറിയാം, സ്വാതന്ത്ര്യമില്ല എങ്കിൽ മനുഷ്യന് ഒരു അപകടത്തിൽ ചെന്ന് ചാടത്തില്ല. ഇപ്പോൾ കാരാഗ്രഹത്തിൽ ഒരു വ്യക്തിയെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിന് അവനെ ഭയപ്പെടാനൊന്നുമില്ല. അവനും കൂടുതലായ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് കിടക്കുന്നിടത്തോളം കാലം ചെയ്യാറില്ല. അതുകൊണ്ട് മനുഷ്യൻ ചെന്നുപെടുന്ന അപകടങ്ങളെല്ലാം അതിന് വഴിയൊരുക്കുന്നത് അവൻ്റെ സ്വാതന്ത്ര്യമാകയാൽ അതേസമയം തന്നെ മനുഷ്യ വ്യക്തിത്വത്തിലും ജീവിതത്തിലും സ്വാതന്ത്ര്യം പരമപ്രധാനമാണ് എന്നതുകൊണ്ടും സ്വാതന്ത്ര്യം എന്നാൽ എന്താണ്, അതിനെ എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത്, പ്രയോഗിക്കേണ്ടത് എന്നതിനെപ്പറ്റി വ്യക്തമായ കഴിയുന്നത്രയും വ്യക്തമായ അറിവുകൾ സമ്പാദിക്കുന്നത് നഷ്ടക്കച്ചവടമാകുകയില്ല എന്ന് പ്രത്യേകിച്ച് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ വിശദീകരിക്കാൻ തുനിയുന്നില്ല. നാം രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം മനസ്സിൽ വെച്ച് ചിന്തിക്കുക. അദ്ദേഹം മാത്രമാണ് സമൂഹത്തിലെ ഞരമ്പുരോഗി എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. ചിന്തകൾക്ക് സൂക്ഷ്മത വരുന്നതിനും വ്യക്തത വരുന്നതിനും വേണ്ടി മാത്രമാണ്. അദ്ദേഹം 3 യുവതികളുമായി ബന്ധം പുലർത്തി എന്ന ആരോപണം, അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം ഇപ്പോൾ ജയിലിലായിരിക്കുന്നത്. അപ്പോൾ അതിൽ വെച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ ക്രിയ ചെയ്യുന്ന, സ്ഥിതി ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവൻ്റെ പ്രവണതകൾ, ഇമ്പൾസസ്. അതിൻ്റെ പൂർണ്ണ രൂപം വേണമെങ്കിൽ ഒരുപക്ഷെ ഇംഗ്ലീഷിൽ 3 വാക്ക് എനിക്ക് പ്രയോഗിക്കേണ്ടി വരും. അത് 3 മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് കൂടുതലായി വ്യക്തമായി ചിന്തിക്കുന്നതിന് സഹായിക്കും. ആപ്പറ്റൈറ്റ്സ്, ഇൻക്ലിനേഷൻസ്, ഇമ്പൾസസ്. ഇപ്പോൾ വളരെ ക്രൂഡായിട്ട് പറഞ്ഞാൽ മാംസദാഹം, അത് ആപ്പറ്റൈറ്റ്. ഇൻക്ലിനേഷൻ, ഇന്നതിലേക്ക് എനിക്കൊരു ചായ്വുണ്ട്. അതുപോലെ തന്നെ ഇന്നത് വേണം എന്നെനിക്കൊരു അഭിവാഞ്ചയും. ഇതെല്ലാം കൂടെ ചേരുന്നതിൻ്റെ എൻ്റെ പേരായിട്ടാണ് ഞാനിവിടെ ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇൻക്ലിനേഷൻ എന്നും ആപ്പറ്റൈറ്റ് എന്നും ഇമ്പൾസ് എന്നും ഒന്നും പറയില്ല. ഞാൻ ഇമ്പൾസ് എന്ന് പറയുമ്പോൾ അത് ഈ 3 ഘടകങ്ങളും അതിലുണ്ട് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ്, ഇമ്പൾസസ്. അപ്പം നമുക്കൊരു ഇമ്പൾസുമില്ല, നമ്മൾ തളർന്ന് ഒരു കട്ടിലിൽ കിടക്കുകയാണ്, കൈയും നെയ്യും അനക്കാൻ വയ്യ, അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം ഒഴിക്കുന്നില്ല. അല്ലെങ്കിൽ കൈക്കും മെയ്ക്കും ഒരു കുഴപ്പമില്ല, പക്ഷെ തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ല, ബ്രെയിൻ ഡെഡ്, അവിടെയും പ്രശ്നമില്ല, കാരണം സ്വാതന്ത്ര്യമില്ല, ഇമ്പൾസ് ഇല്ല. അപ്പോൾ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ വളരെ ശ്രദ്ധേയമായൊരു ഘടകമാണ് അവൻ്റെ ഇമ്പൾസ്, അതായത് ആപ്പറ്റൈറ്റ്സ്, ഇൻക്ലിനേഷൻസ്, ഇമ്പൾസസ്. എന്നാൽ ഇത് എല്ലാ മൃഗങ്ങൾക്കുമുണ്ട്. ഈ ഒരു തലത്തിൽ മനുഷ്യനും മറ്റ് മൃഗങ്ങളുമായി യാതൊരു വ്യത്യാസവുമില്ല. മൃഗങ്ങളും മനുഷ്യരെ പോലെ സ്വതന്ത്രരാണ്, പ്രത്യേകിച്ച് വന്യമൃഗങ്ങൾ. എന്നാൽ
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങളെക്കാൾ അവനെ പ്രത്യേകതയുള്ളതാക്കുന്നത് അവൻ്റെ ഇമ്പൾസസ് അല്ല, അവൻ്റെ ചിന്താശക്തിയാണ്. പവർ ഓഫ് തോട്ട്. അത് വളരെ ശ്രദ്ധിക്കണം. മൃഗങ്ങൾക്കില്ലാത്തതും മനുഷ്യൻ്റെ പ്രത്യേകത ഉൾക്കൊള്ളുന്നതുമായ ഒരു വലിയ മാന്യതയേറിയ ഔന്നത്യമേറിയ ഒരു എന്താണ് പറയുന്നത്, അനുഭവമാണ്, സാധ്യതയാണ് ചിന്തിക്കുവാനുള്ള കഴിവ്. എന്താണ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, നാം ചിന്തിക്കുന്നത് ഓരോരുത്തരും അവരുടേതായ വിധത്തിലാണ്. രണ്ടാമത്, ആരെങ്കിലും ചിന്തിക്കുമ്പോൾ ഓരോരുത്തരും അവരുടേതായ വിധത്തിലാണ് ചിന്തിക്കുന്നത് എങ്കിലും ചിന്തിക്കുന്ന വ്യക്തി അവന് വെളിയിലുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഒട്ടുമുക്കാലും സമയം ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഉദാഹരണം തന്നെ വെച്ച് ചിന്തിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു യുവതിയുമായി പരിചയപ്പെടുന്നു. അത് സോഷ്യൽ മീഡിയയിൽ കൂടെ എങ്ങനെയുമായിക്കൊള്ളട്ടെ. അപ്പം അദ്ദേഹത്തിന് വെളിയിലുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു, ഈ സാഹചര്യത്തിൽ വസ്തു ഒരു മനുഷ്യ വ്യക്തിയാണ്, ഒരു യുവതിയാണ്. അപ്പോൾ അങ്ങനെ തനിക്ക് വെളിയിലുള്ള ഒരു കാര്യവുമായുള്ള ബന്ധം അല്ല, മെൻ്റൽ കണക്ഷൻ, ശാരീരികമായ ബന്ധമല്ല, അപ്പോൾ അത് ചിന്തകൾ. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെപ്പറ്റി, അതിനോട് എങ്ങനെ ബന്ധം പുലർത്തണം എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രശ്നമാണ്. രണ്ട് വിധത്തിൽ ബന്ധം പുലർത്താം. ഒന്ന്, ഇമ്പൾസിൽ കൂടെ മാത്രം, ശാരീരികമായ പ്രവണതകൾ കൂടെ മാത്രം ബന്ധം പുലർത്താം. രണ്ട്, ശാരീരികമായ പ്രവണതകൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിനപ്പുറമായി ചിന്തകളുടെ ശക്തി കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി ബന്ധം പുലർത്താം. അപ്പോൾ ചിന്തിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു സ്ത്രീ ബന്ധപ്പെട്ടു, എനിക്ക് അതിനോട് ചായ്വുണ്ട്, മോഹമുണ്ട്, പക്ഷേ അതിൻ്റെ വരും വരായികൾ എന്താണ്? ഞാൻ ആരാണ്? ഞാനൊരു ജനപ്രതിനിധിയാണ്, ഞാൻ സാധ്യതയുള്ളൊരു യുവാവാണ്, പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ മാതൃകാപരമായി പ്രവർത്തിക്കാൻ ചുമതലയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഒരു വ്യക്തിയോട് എനിക്ക് ആസക്തി തോന്നുന്നുവെങ്കിലും അതിനോട് ഞാൻ ബന്ധം പുലർത്തേണ്ടത് ഞാൻ ആരാണ് എന്ന ഘടകം കൂടെ വേണ്ടതുപോലെ പരിഗണിച്ച്, അതാണ് എൻ്റെ ചിന്താഗതി എന്ന് ഞാൻ പറയുന്നത്, വ്യക്തിയുടെ ചിന്താഗതി, അതിൻ്റെ ഒരു ഘടകം. രണ്ടാമത്, അങ്ങനെ പരിഗണിക്കുമ്പോൾ ഞാൻ ഒരു വ്യക്തി മാത്രമല്ല, ഞാനൊരു സമൂഹത്തിൻ്റെ അംഗം കൂടെയാണ്. ഈ സമൂഹം എന്നിൽ നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ മനുഷ്യ ജാതിയുടെ ഒരംഗമാണ്. മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം പൊതുരംഗത്തെങ്കിലും ഉയർത്തിപ്പിടിക്കുവാൻ ബാധ്യസ്ഥനായ വ്യക്തിയാണ് ഞാൻ. അപ്പം രണ്ട് ഘടകങ്ങൾ, എൻ്റെ ചിന്തയുടെ രണ്ട് ഘടകങ്ങൾ, എൻ്റെ പ്രത്യേകത, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മാനവരാശിയുടെ മാഹാത്മ്യം, ഇതൊക്കെ പരിഗണിച്ച് ആ ഒരു വ്യക്തിയുമായി എപ്രകാരമുള്ള ബന്ധമാണ് ഞാൻ പുലർത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ചിന്തിക്കുക എന്നുള്ളത്. പക്ഷേ സാധാരണ സംഭവിക്കുന്നതാണെന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു യുവതി യുവാവും പരിചയപ്പെട്ടു, പിന്നെ ഇമ്പൾസ് മാത്രമായി, ശരീരത്തിൻ്റെ പ്രവണതകൾ മാത്രമായി ചിന്തിക്കുന്ന കഴിവ് 100% ഒന്നിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചു കളഞ്ഞു. തൽഫലമായി പിന്നെ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് മൃഗങ്ങളെ പോലെ മാത്രമാണ്. അങ്ങനെ മൃഗങ്ങളെ പോലെ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അതിന് തക്കതായ ഒരു യുഗവും ഒരു സംസ്കാരവും ഒരു സാമൂഹ്യ ഘടനയും നാം സൃഷ്ടിച്ചു വെച്ചിട്ട് അവിടെ യുവതി യുവാക്കന്മാർ മൃഗങ്ങളെ പോലെ പ്രവർത്തിക്കുമ്പോൾ അവരിൽ നിന്ന് മൃഗതുല്യമായ ചുമതല ബോധവും അച്ചടക്കവും മാത്രമേ പ്രതീക്ഷിക്കാവൂ. നമുക്കറിയാം, പ്രകൃതിയിൽ രണ്ട് മൃഗങ്ങൾ തമ്മിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് നൈമിഷികമായ വികാരങ്ങൾ, പ്രവണതകൾ കൊണ്ട് മാത്രമാണ്. ഒരു പശുവും മൂരിക്കാളയും ആജീവനാന്തം പരസ്പര എന്താണ് പറയുന്നത്, വിശ്വസ്തതയിൽ, ഏകഭാര്യ വിശ്വസ്തതയിൽ കഴിയുന്നവരല്ല. ഒരു പോത്തുമെരുമയും. പ്രകൃതി അങ്ങനെയാണ്.
അപ്പൊ പ്രകൃതിയിൽ മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ മനുഷ്യൻ ജീവിക്കുന്നതാണ് അവർ നല്ലത് എന്ന ആധുനിക സംസ്കാരം മനഃശാസ്ത്രത്തിൽ കൂടെയും അല്ലാതെയും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്രകാരമുള്ളൊരു സമൂഹവും സംസ്കാരവും സൃഷ്ടിക്കുന്നു. അവിടെ മനുഷ്യർക്ക് ഇപ്രകാരം സ്വതന്ത്രമായി ബന്ധം സ്ഥാപിക്കാനുള്ള ടെക്നോളജിയും സോഷ്യൽ മീഡിയ സൈറ്റ്സും ഒക്കെ നാം പ്രദാനം ചെയ്യുന്നു. അവിടെ നാം എന്ത് പ്രതീക്ഷിക്കണം? ഇത് ഈ സമൂഹം ചോദിക്കാത്ത ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നാം ചിന്തിക്കണമെന്ന് ഇന്ന് നമ്മെ ആരും ഉത്ബോധിപ്പിക്കുന്നില്ല. ഇനി ഇത് സംബന്ധമായ മറ്റൊരു പ്രശ്നം വളരെ പ്രാധാന്യമർഹിക്കുന്നതായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ ആജീവനാന്തം യുവതി യുവാക്കന്മാരുമായുള്ള എൻ്റെ ബന്ധത്തിൽ, അവരോടുള്ള ശുശ്രൂഷയിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇത് യുവതി യുവാക്കന്മാർ മാത്രമല്ല, ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ശ്രേണിയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയാണ്. അവർ സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേകമായ വിധത്തിലാണ്. അതിന് ഇംഗ്ലീഷിൽ കാപ്രിസ് എന്ന് പറയും. CAPRICE, കാപ്രിസ്. കാപ്രിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈമിഷികമായി ആ സമയത്ത് തോന്നുന്നത് ചെയ്തു. സാധാരണ മനുഷ്യന്റെ ചുമതല ബോധമുള്ള, അച്ചടക്കമുള്ള, ചിന്താശക്തിയുള്ള, സ്വന്തം വ്യക്തിത്വത്തെ മാനിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിൽ, സമീപനത്തിൽ, പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകും. ഇന്നലെ, ഇന്ന്, നാളെ ഇയാൾ ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം. ഒരു കൺസിസ്റ്റൻസി. അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ്, അത് കൺസിസ്റ്റൻസിയാണ്. അല്ലെ അവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്, അതും കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അങ്ങനെ സ്വയത്തെ പരിമിതപ്പെടുത്തിയിട്ട് മാത്രമേ, സ്വയത്തിൻ്റെ വികാരങ്ങളെയും പ്രവണതകളെയും അച്ചടക്കത്തിന് അധീനമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്രകാരമുള്ള ഒരു കൺസിസ്റ്റന്റ് ബിഹേവിയർ സാധിക്കത്തുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ചിന്താഗതി എങ്ങനെയല്ല. മനുഷ്യൻ ഇഷ്ടമാകുന്നത് ഇഷ്ടം പോലെ ഇഷ്ടമാകുന്ന സമയത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകണം. അതാണ് സ്വാതന്ത്ര്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. കാപ്രിസ് എന്ന് പറയും. പക്ഷെ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ അവഗണിക്കപ്പെടുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഇത് ഇച്ചിരി സൂക്ഷ്മമാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തെ മാത്രം കേന്ദ്രീകരിച്ച് ചിന്തിക്കാം. ആദ്യത്തെ സംഭവം, അല്ലെങ്കിൽ വേണ്ട മൂന്നാമത്തെ സംഭവം, ഇങ്ങനെ കാനഡയിൽ നിന്ന് ഒരു ബന്ധമുണ്ടാകുന്നു. അപ്പോൾ ആ ബന്ധത്തിൽ ഏർപ്പെടുവാൻ രാഹുൽ മാങ്കൂട്ടം തീരുമാനിക്കുന്ന നിമിഷം അവനെ തന്നെ പരിമിതപ്പെടുത്തുകയാണ്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. നാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രവർത്തിച്ചാൽ, ഇത് സ്ത്രീപുരുഷ ബന്ധത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിൽ, ഇപ്പം നിങ്ങളൊരു പാർട്ടിയിൽ ചേരുന്നു, നിങ്ങൾ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു സഭ വിട്ട് സ്വതന്ത്രമായി ജീവിക്കാൻ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കേരളം വിട്ട് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ ഓരോ തീരുമാനവും നമ്മെ പരിമിതപ്പെടുത്തുന്നതാണ്. പക്ഷെ പരിമിതപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പുതിയ അനുഭവത്തിലേക്കുള്ള ഒരു നടപ്പാതയും അതിലുണ്ട്. ഇറ്റ് ഓൾസോ കണക്ട്സ് us ടു എ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. ഇത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ നാം ചിന്തിക്കുമ്പോൾ, ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി, ഒരു യുവാവ് ഒരു യുവതിയുമായ ബന്ധത്തിൽ, പ്രത്യേകിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവൻ ചെയ്യുന്നത്, അവൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത്, അവനെ പൂർണ്ണമായി പരിമിതപ്പെടുത്തുകയാണ്. അങ്ങനെ പൂർണ്ണമായി പരിമിതപ്പെടുത്തുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, സ്ഥായിയായ താല്പര്യങ്ങളോടെ. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് എനിക്കൊരു കുഞ്ഞിനെ വേണം. അതവൻ്റെ മനസ്സ് പറയുന്ന, ഇതുവരെ വെളിപ്പെട്ടു വന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ, സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ ആസ്പദമാക്കി ഞാൻ ചിന്തിക്കാം. എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറയുമ്പോൾ ആ പറയുന്ന നിമിഷത്തിൽ സ്ഥായിയായ ഒരു ബന്ധം എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം ഈ തൻ്റെ ഇരയാകാൻ പോകുന്ന യുവതിയിൽ ഉളവാക്കാൻ ഉള്ള കൗശലമായിട്ടാണ്. ഈ രണ്ട് സാധ്യത അവിടെയുള്ളൂ. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, സ്ഥിരത ഇങ്ങനെയുള്ള ബന്ധത്തിൽ ആവശ്യമാണ്. അതേസമയം തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ സ്ഥിരത എന്ന് പറയുന്ന ഘടകം സ്വാതന്ത്ര്യം വെറും കാപ്രിസ് ആണ്, തോന്നിയാസം കാണിക്കാനുള്ള ലൈസൻസ് ആണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ സ്ഥിരത വിമ്മിഷ്ടമാണ്. അല്ലാത്തവർക്ക് സ്ഥിരത ആശ്വാസവും, അല്ലാത്തവർക്ക്, മറ്റുള്ളവർക്ക് ഈ സ്ഥിരത ശ്വാസം മുട്ടലുമാണ്. ഈ ഒരു വിരോധാഭാസം ഇന്ന് ആരും പരിഗണിക്കുന്നില്ല, പറയുന്നില്ല, മനസ്സിലാക്കുന്നില്ല.
അതുകൊണ്ടാണ് ഒന്നിൽ നിന്ന് മറ്റതിലേക്ക്, ഇപ്പോൾ ഒന്നിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി സ്ഥിരത താല്പര്യപ്പെടുന്നു, അതിനുവേണ്ടി എല്ലാം ത്യജിക്കാമെന്നൊക്കെ പറയുന്നു, മറ്റൊന്നും എന്നെ സംബന്ധിച്ച് ലോകം മുഴുവനും നീയാണെന്നൊക്കെ പറയുന്നു. പക്ഷെ കാര്യം സാധിക്കുന്ന ഉടനെ ആ പറഞ്ഞത് മുഴുവനും വെള്ളത്തിൽ ഒലിച്ചുപോയി, പിന്നെ ഒന്നും അവശേഷിക്കുന്നില്ല. അവൻ അടുത്ത എന്താ പറയുക ഫുട്ബോൾ ഫീൽഡിലേക്ക് അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ചുമതല ബോധം വേണമോ? സ്വാതന്ത്ര്യബോധത്തിൽ നിന്ന് ചുമതല മാറ്റിയാൽ പിന്നെ അവശേഷിക്കുന്നത് അവസരവാദമാണ്, കാപ്രിസ് മാത്രമാണ്. ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും മനുഷ്യ സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കുന്നത് ചുമതല ബോധമുള്ള ഒരവസ്ഥയിലായിട്ടല്ല, ചുമതലയിൽ നിന്ന് ഒളിച്ചോടി സ്വന്തം താല്പര്യത്തെ മാത്രം പൂർണ്ണതോതിൽ വേണ്ടതുപോലെ ഉപയോഗിച്ച് നാളുകൾ വല്ല വിധേനയും കഴിക്കണമെന്ന വിധത്തിൽ മാത്രം സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കാൻ കൂട്ടാക്കുന്ന ഒരു കാഴ്ചപ്പാടിലാണ് ആധുനിക യുഗം സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം നമ്മെ നന്നെ സഹായിക്കും. ഞാൻ പറയുമ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറയുന്ന വിധത്തിലല്ല എങ്കിലും വാക്കുകൾക്ക് അതീതമായി കേരളത്തിലെ ജനം തിരിച്ചറിയുന്നു എന്നതിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സംഭവങ്ങൾ ഇങ്ങനെ അടിക്കടി ആരോപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുവെങ്കിലും ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് സഹാനുഭൂതിയുള്ളവരായിത്തീരുന്നത്. കാരണം അവരെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ യുവാവിൻ്റെ അവസ്ഥയിൽ അവരെ തന്നെ തിരിച്ചറിയുന്നു. ഒരു സമൂഹത്തിൻ്റെ അവസ്ഥയെ അവർ അറിയാതെ അറിയുന്നു. ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇത് വേണ്ടതുപോലെ വ്യക്തമായി അവതരിപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചിന്തകൾ വളരെ സമകാലീന പ്രസക്തമാണ്. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നാം വസിക്കുന്ന ഈ സമൂഹത്തിൻ്റെയും നമ്മുടെ യുഗത്തിൻ്റെയും അന്തസ്സത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാലാകാലങ്ങളിൽ സംഭവിക്കുമ്പോൾ അത് ഒരു ജാലകം പോലെ ഉപയോഗിച്ച് അതിനപ്പുറം സ്ഥിതി ചെയ്യുന്ന വലിയ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുള്ള അവസരമായി അവയെ പ്രയോജനപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് സമൂഹത്തിന് നന്മ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നന്മ വരട്ടെ എന്ന ഒരേ ഒരു താല്പര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപക്ഷെ ഇതിനെ ആസ്പദമാക്കി ഇനി മുൻപോട്ടും വീഡിയോ ചെയ്യാൻ ഇടയാകാൻ കാരണം പുതിയ ചിന്തകൾ മനസ്സിൽ അങ്കുരിച്ചു വരുമ്പോൾ അവയെ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കാൻ സാധ്യമല്ലല്ലോ എന്നതുകൊണ്ടാണ് ഇനിയും ഒരു പക്ഷേ ഇത് സംബന്ധിച്ച് മൂന്നാമത്തെ വീഡിയോ ആയിട്ട് പോലും ഇത് ചൂണ്ടിക്കാണിക്കുന്ന ആശയങ്ങളെയും സാധ്യതകളെയും തിരിച്ചറിയാൻ ഈ പരമ്പര തുടരേണ്ടി വരും എന്നുകൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.